മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാ? ഇത് കരോട്ടിഡ് ട്രയാങ്കിളാണ്. ഇതിന് നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പല കുഞ്ഞു സബ് ഹെഡിങ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താ? അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. കരോട്ടിഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ? ഇത് നമ്മുടെ നെക്കിൽ കാണപ്പെടുന്ന ഒരു വാസ്കുലർ ഏരിയ ആണ്. ഇതിൽ മേജർ കണ്ടൻസ് എന്തൊക്കെയാണ് വരിക? നമ്മുടെ കോമൺ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി, ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ, പിന്നെ ലാസ്റ്റ് 3 ക്രേനിയൽ നെർവ്സ് ഉണ്ട്. പിന്നെ ഇതിനെല്ലാത്തിനെയും കൂടി ഓവർലാപ്പ് ചെയ്ത് നമുക്ക് ആരുണ്ട്? നമ്മുടെ സ്റ്റേനോക്ലിഡോൾ മാസ്റ്റോയിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇതൊരു വാസ്കുലർ ഏരിയ ആണ്, നെക്കിൽ കാണപ്പെടുന്നതാണ്. കോമൺ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. അപ്പോൾ ഈ കരോട്ടിഡ് ആർട്ടറീസ് നമ്മൾ മൂന്നും പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒപ്പം ആര് വരും? ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ, പിന്നെ ലാസ്റ്റ് 3 ക്രേനിയൽ നെർവ്സ്. ഇതിനെല്ലാം കൂടി ഓവർലാപ്പ് ചെയ്ത് നമ്മുടെ സ്റ്റേനോക്ലിഡോൾ മാസ്റ്റോയിഡ്സ്. അടുത്ത നമ്മുടെ സബ് ഹെഡിങ് എന്ന് പറയുന്ന ആരാ? അതിൻ്റെ ബൗണ്ടറീസ് ആണ് കേട്ടോ. അപ്പോൾ ബൗണ്ടറീസ് നമ്മൾ ആൻറ്റീരിയർ ബൗണ്ടറി ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്, പിന്നെ അതിൻ്റെ റൂഫിൽ എന്താ വരിക, പിന്നെ അതിൻ്റെ ഫ്ലോറിൽ എന്താ വരിക എന്നാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ബോർഡേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ആൻറ്റീരിയർലി. അപ്പോൾ നമുക്ക് ഈ പടം ഒന്ന് പോയി നോക്കാം. കണ്ട, ഇതാണ് അതിൻ്റെ ഫിഗർ. നമ്മളിപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ നമ്മളിതിൻ്റെ ഒരു കുഞ്ഞു പടം വരച്ചു കൊടുക്കുക. പടം വരച്ചിട്ട് നമ്മളിതിങ്ങനെ ലേബൽ ചെയ്ത് ഇതിൻ്റെ പോസ്റ്റീരിയർ ബെല്ലി ഇവിടെ ഉണ്ട്, തൈറോഹയോയിഡ് ഉണ്ട്, സുപ്പീരിയർ ബെല്ലി ഓഫ് ഹോമോഹയോയിഡ് ഉണ്ട്. ഇങ്ങനെ നമ്മളൊരു കുഞ്ഞു പടം വരച്ച് ഇതിനെ ലേബൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെന്താ പറയാൻ പോകുന്നത്? ഇതിൻ്റെ ആൻറ്റീരിയർ ബോർഡേഴ്സ്. ആൻറ്റീരിയറിൽ ഞാൻ പറഞ്ഞു ആൻറ്റീരിയർ സുപ്പീരിയറും ഉണ്ട്, ആൻറ്റീരിയർ ഇൻഫീരിയറും ഉണ്ട്. ആൻറ്റീരിയർ സുപ്പീരിയറിൽ നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റുക? ദ പോസ്റ്റീരിയർ ബെല്ലി ഓഫ് ദ ഡൈഗാസ്ട്രിക്കും ഉണ്ട്, സ്റ്റൈലോഹയോയിഡും ഉണ്ട്. ഇത് രണ്ടുമാണ് ആൻറ്റീറോ സുപ്പീരിയർ ബോർഡർ എന്ന് പറയാം. ഇനി അതേസമയം ആൻഡ്രോ ഇൻഫീരിയർ. നമ്മൾ ആൻഡ്രോ സുപ്പീരിയറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത ആൻഡ്രോ ഇൻഫീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? സുപ്പീരിയർ ബെല്ലി ഓഫ് ദി ഹോമോഹയോയിഡിനെ കാണാൻ പറ്റും. ഇനി നമ്മൾ പോസ്റ്റീരിയർ ബോർഡർ നോക്കിക്കുക കുട്ടികളെ. പോസ്റ്റീരിയർ ബോർഡർ ആരാ വരിക? നമ്മളത് ആൻറ്റീരിയർ ബെല്ലി ഓഫ് ദി സ്റ്റേനോക്ലിഡോ മാസ്റ്റോയിഡ്. കണ്ടോ, സ്റ്റേനോക്ലിഡോ മാസ്റ്റോയിഡിൻ്റെ ആൻറ്റീരിയർ ഹെഡ് ഉണ്ട്. നമുക്ക് പോസ്റ്റീരിയറിൽ നമുക്ക് ആൻറ്റീരിയർ ബോർഡർ ഓഫ് ദി സ്റ്റേനോക്ലിഡോ മാസ്റ്റോയിഡ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ റൂഫാണ് പറയാം. ഇതിനെ കവർ ചെയ്ത് ആരൊക്കെയാണ് വരിക? നമ്മുടെ ഡീപ്പ് സെർവിക്കൽ ഫേഷ്യ നമ്മളെല്ലാം പഠിച്ചിട്ടില്ലേ? അതിൻ്റെ ഇൻവെസ്റ്റിംഗ് ലെയറാണ് വരിക. ഡീപ്പ് സെർവിക്കൽ ഫേഷ്യേൻ്റെ ഇൻവെസ്റ്റിംഗ് ലെയറും വരും, പിന്നെ സൂപ്പർഫിഷ്യൽ ഫേഷ്യയും വരും. എന്തിൻ്റെ? പ്ലാറ്റിസ്മ, പിന്നെ സെർവിക്കൽ ബ്രാഞ്ച് ഓഫ് ദി ഫേഷ്യൽ നെർവ്, ട്രാൻസ്വേഴ്സ് ഫേഷ്യൽ നെർവ്, ഇവർ രണ്ടും വരുന്ന സൂപ്പർഫിഷ്യൽ ഫേഷ്യയും വരും. അപ്പോൾ റൂഫ് എന്തൊക്കെയാണ് വരിക? നമ്മുടെ ഡീപ്പ് സെർവിക്കൽ ഫേഷ്യേൻ്റെ ഇൻവെസ്റ്റിംഗ് ലെയർ വരുന്നുണ്ട്, പിന്നെ നമ്മളെ സൂപ്പർഫിഷ്യൽ ഫേഷ്യ. അതിലാരൊക്കെയാണ് വരിക? പ്ലാറ്റിസ്മ ഉണ്ട്, പിന്നെ സെർവിക്കൽ ബ്രാഞ്ച് ഓഫ് ദി ഫേഷ്യൽ നെർവ് ഉണ്ട്, ആൻഡ് ട്രാൻസ്വേഴ്സ് ഫേഷ്യൽ നെർവും ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്ലോറാണ് പറയുന്നത്. ഫ്ലോറിൽ നമുക്ക് നമ്മൾ ഈ പടം നോക്കിക്കേ, നമുക്ക് 4 മസിൽസിനെ കാണാൻ പറ്റുന്നില്ലേ കുട്ടികളെ? 4 മസിൽസിനെ നമുക്ക് കാണാൻ പറ്റും. അതാരൊക്കെയാണ്? നമ്മൾ തൈറോഹയോയിഡ് ഉണ്ട്. കണ്ടോ, തൈറോഹയോയിഡ് ഇവിടെ ഇരിപ്പുണ്ട്. തൈറോഹയോയിഡ് ഉണ്ട്, പിന്നെ ഹയോഗ്ലോസസ് ഉണ്ട്. ഹയോഗ്ലോസസ് ഉണ്ട്, പിന്നെ മിഡിൽ കൺസ്ട്രിക്റ്റേഴ്സും ഉണ്ട്, ഇൻഫീരിയർ കൺസ്ട്രിക്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ റൂഫ് പറഞ്ഞു. അടുത്ത ഫ്ലോറിൽ നമുക്ക് 4 മസിലാണ് കാണാൻ പറ്റുക. ഹയോഗ്ലോസസ് ഉണ്ട്, തൈറോഹയോയിഡ് ഉണ്ട്, മിഡിൽ ആൻഡ് ഇൻഫീരിയർ കൺസ്ട്രിക്റ്റർ ഓഫ് ഫാരിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞു. അത് നെക്കിലുള്ളൊരു വാസ്കുലർ ഏരിയ ആണ്. അതിൻ്റെ മേജർ കണ്ടൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ ബൗണ്ടറീസ് പറഞ്ഞു. ആൻറ്റീരിയർ ബൗണ്ടറി പറഞ്ഞു, പോസ്റ്റീരിയർ ബൗണ്ടറി പറഞ്ഞു, പിന്നെ അതിൻ്റെ റൂഫ് പറഞ്ഞു, ഫ്ലോർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ 2 സബ് ഹെഡിങ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ കണ്ടൻസിനെ കുറിച്ചാണ് പറയാം. കണ്ടൻസ് പഠിക്കാനായിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞു ഫിഗർ അങ്ങ് വരച്ച് വെച്ച് കൊടുക്കുക. കുഞ്ഞു ഫിഗർ വരച്ചിട്ട് നമ്മൾ അതിനൊരു നിമോണിക് ഉണ്ട്, IC10Cs ഇൻ ദ IV എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക. IC നമ്മൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി പറഞ്ഞില്ലേ, പിന്നെ നമ്മുടെ വേഗസ് നെർവ് ഉണ്ട്, 10th നെർവായിട്ടുള്ള വേഗസ് നെർവ് ഉണ്ട്. പിന്നെ CC എന്താ കാണിക്കുന്നത്? കോമൺ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. CC നമ്മൾ പറഞ്ഞു കോമൺ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. പിന്നെ നമ്മുടെ IV ആരാ? ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ. ഓക്കെ, നമ്മൾ കരോട്ടിഡ് നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട മെയിൻ 4 പേരെയാണ് നമ്മൾ പറഞ്ഞത്. ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി, 10th ക്രേനിയൽ നെർവ്, ദാറ്റ് ഈസ് വേഗസ് നെർവ്, ദെൻ ദ കോമൺ കരോട്ടിഡ് ആർട്ടറി, ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ. ഇത് 4 ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റും? കരോട്ടിഡ് ആർട്ടറീസിൽ നമ്മൾ ആര് പറഞ്ഞു? നമ്മൾ കോമൺ കരോട്ടിഡ് ആർട്ടറി വരുന്നു, പിന്നെ അത് ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആണെങ്കിൽ അതിൻ്റെ 5 ഫർദർ ബ്രാഞ്ചസും ഉണ്ട്. പിന്നെ കോമൺ കരോട്ടിഡ് സൈനസ്, കരോട്ടിഡ് ബോഡി, അത് കരോട്ടിഡ് ആർട്ടറീൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ് കേട്ടോ. പിന്നെ ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ നമ്മൾ ഐ വി പറഞ്ഞു. പിന്നെ ലാസ്റ്റ് 3 ക്രേനിയൽ നെർവ്സ് ഉണ്ടാവും എന്ന് നമ്മൾ മുന്നേ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞായിരുന്നു. പിന്നെ അതിന് ചുറ്റി ഒരു കരോട്ടിഡ് ഷീത്ത് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ആൻസർ സെർവിക്കാലിസ് ഉണ്ട്. പിന്നെ സിമ്പത്തറ്റിക് ചെയിൻ ഉണ്ട്. ഡീപ്പ് സെർവിക്കൽ ലിംഫ് നോഡ്സും ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ ഈ കണ്ടൻസിന് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ കോമൺ കരോട്ടിഡ് ആർട്ടറി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ നമ്മൾ ഏറ്റവും നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതാ ഈ അറ്റ് ദ ലെവൽ ഓഫ് ദി അപ്പർ ബോർഡർ ഓഫ് ദ തൈറോയ്ഡ് കാർട്ടിലേജ് വെച്ചിട്ടാണ് ഇത് ഇൻറ്റേർണലും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എവിടെ വെച്ചിട്ട് അപ്പർ ബോർഡർ ഓഫ് ദി തൈറോയ്ഡ് കാർട്ടിലേജ്. അപ്പർ ബോർഡർ ഓഫ് ദി തൈറോയ്ഡ് കാർട്ടിലേജിൻ്റെ മുന്നേ വെച്ചിട്ടാണ് ഇത് എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? എക്സ്റ്റേണലും ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ കോമൺ കരോട്ടിഡ് ആർട്ടറീസ് വേറെ ബ്രാഞ്ചസ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറീസ് സ്ട്രെയിറ്റ് അപ്പ് കണ്ടിന്യൂഷനായിട്ട് പോവുകയാണ്. കോമൺ കരോട്ടിഡ് ആർട്ടറിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതേസമയം നമ്മൾ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ടല്ലോ, ഇത് ഫർദറായിട്ട് 5 ബ്രാഞ്ച് കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അസെൻഡിങ് ഫാരിഞ്ചൽ ആർട്ടറി ഉണ്ട്, സുപ്പീരിയർ തൈറോയിഡ്, ലിംഗ്വൽ ആർട്ടറി, ഫേഷ്യൽ ആർട്ടറി ആൻഡ് ഓസിപിറ്റൽ ആർട്ടറി. ആരൊക്കെയുണ്ട്? ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി കണ്ടിന്യൂസ് ആസ് ദി കണ്ടിന്യൂഷൻ ഓഫ് ദി കോമൺ കരോട്ടിഡ് ആർട്ടറി. അതേസമയം എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി 5 ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്. ഈ 5 ബ്രാഞ്ചസ് എങ്ങനെയാണ്? അസെൻഡിങ് ഫാരിഞ്ചൽ ആർട്ടറി നമ്മൾ പറഞ്ഞു, സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി, ലിംഗ്വൽ ആർട്ടറി. അവിടെയുള്ള സ്ട്രക്ചേഴ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഫാരിങ്സ് ഉണ്ടല്ലോ, അപ്പോൾ അസെൻഡിങ് ഫാരിഞ്ചൽ ആർട്ടറി ഇത് കൊടുത്തു. അതിൻ്റെ മേലെ നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഉണ്ടാവും, അപ്പോൾ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി കൊടുത്തു. പിന്നെ നമ്മുടെ നാവിലോട്ടുള്ള ലിംഗ്വൽ ആർട്ടറി, ദെൻ ദ ഫേഷ്യൽ ആർട്ടറി. നമ്മൾ മാൻഡിബിളിന് ചുറ്റി പോകുന്ന ഫേഷ്യൽ ആർട്ടറി ആരുടെ ബ്രാഞ്ച്? എക്സ്റ്റേണൽ കരോട്ടിഡിൻ്റെ. പിന്നെ നമ്മുടെ ഓസിപിറ്റൽ ആർട്ടറി. പിന്നെ അതിനെക്കുറിച്ചൊരു കുഞ്ഞ് എക്സ്പ്ലനേഷനാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ മെയിൻ കണ്ടോണൻ്റായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ലാസ്റ്റ് 3 ക്രേനിയൽ നെർവ്സ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഫസ്റ്റ് നമ്മൾ പറയണത് ഹൈപ്പോഗ്ലോസൽ നെർവിനെ കുറിച്ചാണ്. ഇത് നമ്മൾ ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ്റെയും ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറീൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത് ഡിസെൻഡ് ചെയ്ത് വരാം. പിന്നെ നമ്മൾ പറയുന്നത് എന്താ, ഇതാണ് നമ്മുടെ ആൻസർ സെർവിക്കാലിസിൻ്റെ സുപ്പീരിയർ റൂട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹൈപ്പോഗ്ലോസൽ നെർവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. നമ്മുടെ സുപ്പീരിയർ റൂട്ട് ആരാ കൊടുക്കുക? ആൻസർ സെർവിക്കാലിസ്. പിന്നെന്ത്, നമ്മുടെ കരോട്ടിഡ് ഷീത്തിൻ്റെ ആൻറ്റീരിയർ വാളിൽ വന്ന് എംബഡ് ചെയ്തിട്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത കണ്ടൻറ്റ് ആരാണ്? ഇൻറ്റേർണൽ ജുഗുലാർ വെയിനാണ്. ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ എന്താ? ഇത് നമ്മൾ പോസ്റ്റീരിയർ സ്റ്റേനോക്ലീഡോമാസ്റ്റോയിൻ്റെ പോസ്റ്റീരിയർ റിലിജിയത് പാർഷ്യലി ഹിഡൻ ആയിട്ടാണ് കിടക്കുക കേട്ടോ. പാർഷ്യലി ഹിഡൻ ബൈ ദ പോസ്റ്റീരിയർ എഡ്ജ് ഓഫ് ദി സ്റ്റേനോക്ലിനോമാസ്റ്റോയിഡ്. പിന്നെ ഇതെന്ത് ചെയ്യും? നമ്മുടെ ഇൻറ്റേർണൽ കോമൺ കരോട്ടിഡ് ആർട്ടറീൻ്റെ പോസ്റ്ററോ ലാറ്ററൽ പാർട്ടിൽ കൂടെ അത് ഡിസെൻഡ് ചെയ്ത് താഴോട്ട് പോകും. ഇതിന് നമ്മൾ 3 ട്രിബ്യൂട്ടറീസ് വരുന്നുണ്ട്. അത് ആരൊക്കെയാണ്? നമ്മൾ ലിംഗ്വൽ വെയിൻ ഉണ്ടല്ലോ, ഈ ലിംഗ്വൽ വെയിൻ ഉണ്ട് നമ്മൾ ഹൈപ്പോഗ്ലോസൽ നെർവിൻ്റെ അടുത്തൂടെ വന്നിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ജുഗുലാർ വെയിനിൽ വന്ന് ഓപ്പൺ അപ്പ് ചെയ്യും. അടുത്തത് നമ്മൾ കോമൺ ഫേഷ്യൽ നെർവ്. കോമൺ ഫേഷ്യൽ നെർവ് കരോട്ടിഡ് ട്രയാങ്കിളിൽ എത്തി, അപ്പർ പാർട്ട് ഓഫ് ദ കരോട്ടിഡ് ട്രയാങ്കിളിൽ എത്തിയിട്ട് ആരിലോട്ട് ഡ്രെയിൻ ചെയ്യും? ഇൻറ്റേർണൽ ജുഗുലാർ വെയിനിലോട്ട് ഡ്രെയിൻ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സുപ്പീരിയർ തൈറോയിഡ് വെയിൻ. നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മൾ ആർട്ടറീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ 3 ആർട്ടറി നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറീൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് ലിംഗ്വൽ ആർട്ടറി പറഞ്ഞു, കോമൺ ഫേഷ്യൽ ആർട്ടറി പറഞ്ഞു, പിന്നെ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറിയും പറഞ്ഞു. അതിൻ്റെ കറസ്പോണ്ടിങ് വെയിൻസ് എല്ലാം കൂടെ വന്ന് എവിടെ ഡ്രെയിൻ ചെയ്യുന്നു? നമ്മുടെ ഇൻറ്റേർണൽ ജുഗുലാർ വെയിനിൽ വന്ന് ഡ്രെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അത് പഠിച്ചല്ലോ. പിന്നെ നമുക്കുള്ളത് ഡീപ്പ് സെർവിക്കൽ ലിംഫ് നോഡ്സ്. അതെന്താ? നമ്മൾ ഇൻറ്റേർണൽ ജുഗുലാർ പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ കുറച്ച് ലിംഫ് നോഡ്സ് അറേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ ഡീപ്പ് സെർവിക്കൽ ലിംഫ് നോഡ്സ്. പിന്നെ നമ്മൾ പറയുന്നത് വേഗസ് നെർവാണ്. വേഗസ് നെർവ് നമ്മൾ എവിടെയാണ് വരിക? ഫസ്റ്റ് ബിറ്റ്വീൻ ദ ഇന്നർ, അതിൻ്റെ പാത്വേ ആണ് നമ്മൾ പറയുക. പിന്നെ നമ്മൾ കോമൺ കരോട്ടിഡ് ആർട്ടറീൻ്റെ ഇന്നർ ജുഗുലാറിൻ്റെ ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതെന്താ? 2 ബ്രാഞ്ച് കൊടുക്കും, ദ ഫാരിഞ്ചൽ ബ്രാഞ്ച് ആൻഡ് സുപ്പീരിയർ ലാരിഞ്ചൽ നെർവ്. അപ്പോൾ ഫാരിഞ്ചൽ ബ്രാഞ്ചും കൊടുക്കും, അതേപോലെ തന്നെ സുപ്പീരിയർ ലാരിഞ്ചൽ നെർവും കൊടുക്കും. ഓക്കെ, ഈ ഫാരിഞ്ചൽ ബ്രാഞ്ച് എങ്ങോട്ടാണ് കൊടുക്കുക? സുപ്പീരിയർ കൺസ്ട്രക്ടർ ഓഫ് ദ ഫാരിഞ്ചൽ പ്ലെക്സസിൽ പോയിട്ട് സുപ്പീരിയർ കൺസ്ട്രക്ടർ ഓഫ് ഫാരിങ്സിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മുടെ ഫാരിഞ്ചൽ പ്ലെക്സസിൽ വന്ന് ഈ ഫാരിഞ്ചൽ ബ്രാഞ്ച് വന്ന് ചേരും. അതേസമയം നമ്മൾ സുപ്പീരിയർ ലാരിഞ്ചൽ നെർവ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡീപ്പ് പ്ലെയിനിലാണ് പോവുക. എന്നിട്ട് നമ്മൾ അത് പിന്നെ ഡിവൈഡ് ചെയ്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവ്സ് ആയിട്ട് മാറും. അതിൻ്റെ ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സെൻസറി പാർട്ടാണ്. അതേസമയം എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവ് എന്ന് പറയുന്നത് മോട്ടോർ പാർട്ടാണ്. ഈ ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവ് ഉണ്ടല്ലോ, ഈ ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവ് നമ്മുടെ തൈറോഹയോയിഡ് മസിലിന്
തൈറോഹയോയിഡ് മെംബ്രെയിനെ പിയേഴ്സ് ചെയ്തിട്ട് ലാരിഞ്ചിയൽ മ്യൂക്കോസേനെ സപ്ലൈ ചെയ്യും. ഇൻറ്റേർണൽ ലാരിഞ്ചിയൽ നെർവ്, നമ്മൾ സുപ്പീരിയർ ലാരിഞ്ചിയൽ നെർവ് എന്താ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റേർണലും ആവുന്നു എക്സ്റ്റേർണലും ആവുന്നു. ഇൻറ്റേർണൽ നമ്മളെ തൈറോഹയോയിഡ് മെംബ്രെയിനെ പിയേഴ്സ് ചെയ്തിട്ട് ലാരിഞ്ചിയൽ മെംബ്രെയിൻ മ്യൂക്കോസേനെ സപ്ലൈ ചെയ്യുന്നു. അതേസമയം എക്സ്റ്റേർണൽ ലാരിഞ്ചിയൽ നെർവ് ഉണ്ടല്ലോ, എക്സ്റ്റേർണൽ ലാരിഞ്ചിയൽ നെർവ് ഇൻഫീരിയർ കൺസ്ട്രക്ടറിനെയും ക്രിക്കോതൈറോയിഡ് മസിൽസിനെയും സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മളെ മെയിൻ കണ്ടൻറ്റ് ആരാ? ആക്സസറി നെർവാണ്. ആക്സസറി നെർവ് എന്ത് ട്രയാങ്കിളിൻ്റെ ബാക്ക്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ആയിട്ടാണ് പോവുക. പിന്നെ ഇത് സ്റ്റേണോക്ലിഡോമാസ്റ്റോയിൽ ചെന്നാണ് എൻ്റർ ചെയ്യുക. പിന്നെ നമ്മൾ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു കുഞ്ഞു ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ് കാരോട്ടിഡ് ഷീത്താണ്. അതൊരു ഫേഷ്യൽ ഷീത്താണ്. ഇറ്റ്സ് എ ഫേഷ്യൽ ഷീത്ത്. അതിനകത്ത് ആരൊക്കെയാണ് വരിക? നമ്മുടെ ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ, ഇൻറ്റേർണൽ ആൻഡ് കോമൺ കരോട്ടിഡ് ആർട്ടറീസ്. അപ്പോൾ ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ ഉണ്ട്, ഇൻറ്റേർണൽ ആൻഡ് കോമൺ കരോട്ടിഡ് ആർട്ടറീസ് ഉണ്ട്. പിന്നെ നമ്മുടെ വേഗസ് നെർവ്. നമ്മളിപ്പോൾ നേരത്തെ ഒരു ഇത് ന്യൂമോണിക് പഠിച്ചില്ലേ? എന്താ നമ്മുടെ ന്യൂമോണിക് എന്തായിരുന്നു? നോക്കിക്കേ, ദാ കണ്ടോ കാരോട്ടിഡ് ഷീത്തിലെ കണ്ടൻസ് നമ്മൾ പഠിച്ച് നോക്കുക. ദ IC 10 Cs ഇൻ ദ IV. ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. പിന്നെ നമ്മൾ 10th വേഗസ് നെർവ് ഉണ്ട്, കോമൺ കരോട്ടിഡ് ആർട്ടറി, ദെൻ ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് മൂന്നും പറഞ്ഞു. നമ്മൾ കരോട്ടിഡ് ഷീത്തിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റീരിയർ വാൾ ഉണ്ടല്ലോ, കരോട്ടിഡ് ഷീത്തിൻ്റെ ആൻറ്റീരിയർ വാളിൽ നമ്മൾ എന്ത് എംബഡഡ് ആയിരിക്കും? ആൻസ സെർവൈക്കാലിസ് എംബഡഡ് ആയിരിക്കും. പിന്നെ നമ്മൾ സിമ്പത്തറ്റിക് ചെയിനും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് എത്താണ്. നമ്മൾ ആൻസ സെർവൈക്കാലിസ്. ആൻസ സെർവൈക്കാലിസിന് നോക്കിക്കേ, അതിന് നമുക്ക് 3 റൂട്ട് കാണാൻ പറ്റും. C1, C2 ആൻഡ് C3. നമുക്ക് 3 റൂട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇത് ഫോർമേഷനും അതിൻ്റെ റൂട്ട് ഫോർമേഷൻ സപ്ലൈ പറയാം. അതിന് നമുക്കൊരു 2 റൂട്ടുണ്ട്, സുപ്പീരിയർ റൂട്ടും ഉണ്ട്, ഇൻഫീരിയർ റൂട്ടും ഉണ്ട്. സുപ്പീരിയർ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ C1 ഉണ്ടല്ലോ, C1 സ്പൈനൽ നെർവ് ഡിസെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഹൈപ്പോഗ്ലോസൽ നെർവ് ഉണ്ടല്ലോ, ഹൈപ്പോഗ്ലോസൽ നെർവിൻ്റെ ഡിസെൻഡിങ് ബ്രാഞ്ച് ഉണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ ആരുടെ സ്പൈനൽ നെർവ് ഫൈബേഴ്സ് ഉണ്ട്? C1ൻ്റെ സ്പൈനൽ നെർവ് ഫൈബേഴ്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഡിസെൻഡ് ചെയ്തിട്ട് ഇൻറ്റേർണൽ ആൻഡ് കോമൺ കരോട്ടിഡ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഡിസെൻഡ് ചെയ്ത് താഴോട്ട് വരിക. ഇത് ആർക്കാണ് കൊടുക്കുക? അത് സുപ്പീരിയർ റൂട്ടാണ്. അപ്പോൾ ഇതിന് ആർക്ക് കൊടുക്കും? സുപ്പീരിയർ ബെല്ലി ഓഫ് ദി ഓമോഹയോയിഡിന് കൊടുക്കും. കണ്ടോ, ഇതായി വരുന്നുണ്ടോ? C1 ഫൈബേഴ്സ് ഇതായി വരുന്നു. അതേസമയം നമ്മുടെ ഡിസെൻഡിങ് ബ്രാഞ്ച് ഓഫ് ദി ഹൈപ്പോഗ്ലോസൽ നെർവും വരുന്നു. അത് ആർക്ക് കൊടുക്കുന്നു? സുപ്പീരിയർ റൂട്ടിന് കൊടുക്കുന്നു. ഓക്കെ, ദെൻ നമ്മുടെ ഇൻഫീരിയർ റൂട്ടുണ്ട്. ഇൻഫീരിയർ റൂട്ടിന് നമ്മൾ എന്തെന്ന് പറയും? ഡിസെൻഡൻറ്റ് സെർവിക്കാലിസ് എന്ന് പറയും. ഓക്കെ, ദെൻ ഇതെങ്ങനെയാണ് ഉണ്ടാവുക? നമ്മൾ ബാക്കി 2 ബ്രാഞ്ചസ് ഇല്ലേ, C2 ആൻഡ് C3 ബ്രാഞ്ചസ് ഉണ്ട്. ആ സ്പൈനൽ നെർവ്സ് ഡിസെൻഡ് ചെയ്തിട്ടാണ് ഇത് വരിക. ഇത് നമ്മൾ ആർക്കൊക്കെ കൊടുക്കുക? സ്റ്റേണോക്ലിഡോമാസ്റ്റോയിഡിന് കൊടുക്കാം, സ്റ്റേണോതൈറോയിഡ്, ഇൻഫീരിയർ ബെല്ലി ഓഫ് ദ വൺ. സുപ്പീരിയർ റൂട്ട് ആർക്ക് കൊടുത്തു? സുപ്പീരിയർ ബെല്ലി ഓഫ് ദ ഓമോഹയോയിഡ്. അപ്പോൾ ഇൻഫീരിയർ റൂട്ട് ആർക്ക് കൊടുക്കണം? ഇൻഫീരിയർ ബെല്ലി ഓഫ് ദ ഓമോഹയോയിഡിന് കൊടുക്കണം. പിന്നെ സ്റ്റേണോഹയോയിഡും ഉണ്ട്, സ്റ്റേണോതൈറോയിഡും ഉണ്ട്. അതും കൂടി ഓർക്കുക. നമ്മൾ ആ ഫിഗറിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു ഫിഗർ വരച്ചാൽ അത്ര എളുപ്പമായിരിക്കും. കണ്ടോ, C1 റൂട്ട് വരുന്നു, സുപ്പീരിയർ റൂട്ട് ആവുന്നു, സുപ്പീരിയർ ബെല്ലി ഓഫ് ദ ഓമോഹയോയിഡിന് കൊടുക്കുന്നു. അതേസമയം C2 C3 ഡിസെൻഡ് ചെയ്തത് ഇൻഫീരിയർ റൂട്ട് ആവുന്നു, ഇൻഫീരിയർ ബെല്ലി ഓഫ് ദ ഓമോഹയോയിഡ്, സ്റ്റേണോഹയോയിഡ് ആൻഡ് സ്റ്റേണോതൈറോയിഡിന് കൊടുക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഈ ആൻസ സെർവൈക്കാലിസിൻ്റെ ക്ലിനിക്കൽ അനാട്ടമിയാണ് പറയുന്നത്. ഇതിൽ നമുക്ക് 3 കണ്ടീഷൻസാണ് നമ്മൾ പറയാൻ പറ്റുക. കരോട്ടിഡ് സൈനസ് സിൻഡ്രോം. ഇതിൽ നമ്മളെന്താ കരോട്ടിഡ് സൈനസ് സിൻഡ്രത്തിൽ നമ്മൾ പറയാമെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞില്ലേ കരോട്ടിഡ് സൈനസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഈ കരോട്ടിഡ് സൈനസ് എന്താ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ചെറിയൊരു പ്രഷർ നമ്മൾ അതിൽ അപ്ലൈ ചെയ്താൽ തന്നെ ആൾക്ക് നല്ല സ്ലോയിങ് ഓഫ് ദ ഹാർട്ട് റേറ്റും ഫോൾ ഇൻ ബ്ലഡ് പ്രഷറും സെറിബ്രൽ ഇസ്കീമിയ വരെ ചെയ്യാൻ പറ്റും. അപ്പം ഇതെന്താ, ഇയാൾ എന്ത് ചെയ്യും? സിങ്കോപ്പടിച്ച് തലകറങ്ങി വീഴും. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം എപ്പോഴൊക്കെ അത് കാണാം, ചില ആൾക്കാർ ഇപ്പോൾ ടൈറ്റ് ഷർട്ട് ഇടാണെന്ന് വെച്ചോ, അതിന് ഷർട്ടിന് നല്ല ടൈറ്റ് കോളറോ അല്ലെങ്കിൽ ടൈറ്റ് ടൈയോ അങ്ങനെ എന്തെങ്കിലും ഇടുമ്പോൾ നമുക്ക് കരോട്ടിഡ് സൈനസ് സിൻഡ്രോം ഉണ്ടാവും. അപ്പോൾ എന്താ, ചെറിയൊരു പ്രഷർ കാരണം തന്നെ നമ്മളെന്ത് ഫോൾ ഇൻ ഹാർട്ട് റേറ്റ് ഉണ്ടാവും, ഹാർട്ട് റേറ്റ് കുറയും, BP കുറയും, സെറിബ്രൽ ഇസ്കീമിയ അടിച്ച് സിങ്കോപ്പ് ഉണ്ടാവും. അതാണ് കരോട്ടിഡ് സൈനസ് സിൻഡ്രോം. അടുത്ത് നമ്മൾ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കരോട്ടിഡ് ട്യൂബർക്കിളാണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോമൺ കരോട്ടിഡ് ആർട്ടറി നമ്മളിതിലുണ്ടല്ലോ, അപ്പോൾ നമ്മൾ തമ്പ് വെച്ച് മീഡിയലി വെച്ച് പോസ്റ്റീരിയറിലോട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നമ്മുടെ കോമൺ കരോട്ടിഡ് ആർട്ടറി എന്ത് ചെയ്യപ്പെടാം? കംപ്രസ് ചെയ്തപ്പെടാം. നമ്മുടെ ആരുണ്ട് അവിടെ? ആൻറ്റീരിയർ ട്യൂബക്കിളുണ്ട്, ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെ ആൻറ്റീരിയർ ട്യൂബക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കോമൺ കരോട്ടിഡ് ആർട്ടറി കംപ്രസ് ചെയ്തപ്പെടാം. അപ്പോൾ
അപ്പോഴുണ്ടാകുന്ന കണ്ടീഷനാണ് നമ്മുടെ കെരോട്ടിഡ് ട്യൂബർക്കിൾ എന്ന്. പിന്നെ നമുക്കുള്ളതാണ് കെരോട്ടിഡ് പൾസ്. കെരോട്ടിഡ് പൾസ് അറിയാൻ പറ്റുന്നതാണ്. നമ്മൾ കോമൺ കെരോട്ടിഡ് ആർട്ടറി അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റേർണോക്ലീഡം മാസ്റ്റോയിൻ്റെ ആൻറ്റീരിയർ ബോർഡറിന് അഗെയിൻസ്റ്റ് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെരോട്ടിഡ് പൾസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു ടോപ്പിക്ക്. ഏതൊക്കെയാണ് വരിക? നമ്മുടെ കെരോട്ടിഡ് ട്രയാങ്കിളും അതിൻ്റെ ബൗണ്ടറീസ് പറഞ്ഞു, പിന്നെ കണ്ടൻസ് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ ഡയറക്റ്റ് അതിൽ നിന്ന് ആൻസർ സെർവൈക്കാലിസിലോട്ട് കയറി. ആൻസർ സെർവൈക്കാലിസിനും പിന്നെ അതിൻ്റെ ക്ലിനിക്കൽ അനോട്ടമിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.